അച്ഛാ ഒരു കിടപ്പാടം. എടാ, വലിയത് പലതും നേടാൻ ചെറിയത് പലതും ഉപേക്ഷിച്ചേ പറ്റൂ. അമ്മ എതിരെ പറയൂ അച്ഛാ. നിന്റെ അമ്മയല്ലേ, അവള് ഞാൻ പറയണത് കേൾക്കൂ. ചെല്ല്. ട്രെയിനിങ്ങിൽ ആദ്യം പങ്കെടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളെ ഏത് സ്ഥലത്തേക്ക് അയക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ഈ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഷുവർ സർ. എങ്കിലും ഓക്കെ, രാജു വയ്ക്കുള്ളൂ. ഐ വിൽ കോൾ യു ഇൻ 2 days. ഓ, താങ്ക് യു സർ. അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിനി മുതൽ അച്ഛൻ്റെ ഒപ്പം വന്നോട്ടെ. അതിനെന്താ, മോള് വന്നോളൂ. അച്ഛാ, എന്തായടാ ഇന്റർവ്യൂവിന് പോയിട്ട്? അച്ഛാ ജോലിയൊക്കെ കിട്ടും, അദ്ദേഹം തരാന്നും പറഞ്ഞു. പക്ഷേ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അച്ഛൻ കേട്ടിട്ടില്ലേ ഈ തോട്ടത്തിൽ ബിൽഡേഴ്സ്, തോട്ടത്തിൽ കൺസ്ട്രക്ഷൻസ്, തോട്ടത്തിൽ? അറിയാടാ, തോട്ടത്തിൽക്കാർക്ക് വലിയ വലിയ കമ്പനികളാ, വലിയ ബിസിനസ്സുകാരാ. അവരുടെ ബിസിനസ് ഇവിടെ മാത്രമല്ലടാ, കൂടുതലും വിദേശത്താ. ദുബായ്, അബുദാബി, ഖത്തർ, സൗദി അറേബ്യ. അച്ഛാ അതെന്നെ ഞാനും പറഞ്ഞു വരുന്ന. ജോലി കിട്ടിയ ഞാൻ UAE-ലേക്കോ ഖത്തറിലേക്കോ പോകേണ്ടി വരും. അതിനെന്താടാ, പോണോന്ന് വെച്ചാ പോണം. അല്ല, അച്ഛനമ്മയും ഇവിടെ ഇട്ടേച്ച്. എടാ, അതിന് ഞങ്ങൾ രോഗികളൊന്നും അല്ലല്ലോ. ഇപ്പോഴും ഞാനും നിന്റെ അമ്മയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടപ്പുറപ്പുകളുടെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട. സ്ത്രീയെ അവൻ ഉപേക്ഷിച്ച മട്ടാണെങ്കിലും അവൾക്ക് നല്ലൊരു ജോലിയില്ലേടാ. പ്രിയക്കാണെങ്കിൽ ജയനുണ്ട്. പിന്നെ ഞങ്ങളെ ഓർത്ത് നീ വിഷമിക്കണ്ട. എടാ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അന്യരാജ്യത്ത് പോയേ പറ്റൂ. നമുക്ക് രക്ഷപ്പെടണം വെച്ചാ. കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങനെ ഒരു തോന്നല എൻ്റെ മനസ്സിൽ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ മോനെ ആലോചനകൾ. നമ്മുടെ ചിന്താഗതികളും വിശ്വാസങ്ങളൊക്കെ പലതും മാറ്റിയേ പറ്റൂ. എടാ മോനെ, ഈ സമൂഹത്തിൽ പണമാണ് മനുഷ്യന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. പണമില്ലാത്ത മനുഷ്യർക്ക് പരിഹാസവും അപമാനമാ. അതേച്ചാ, കുറച്ച് കാശുണ്ടാക്കണം. അതാരെയും തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, കുറച്ച് അഭിമാനത്തോടെ ജീവിക്കാനാ. വിശപ്പടക്കാൻ മാത്രം കാശുണ്ടാക്കിയാൽ മതിയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ അത് മാത്രം പോരാ. 10 പേരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഇവിടെ സമ്പന്നനാകണം. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ശരി, കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നീ അവിടെ പോണം. പക്ഷേ പോണെങ്കിൽ അതിനും കുറെ കാശ് വേണം. ഈ ജോലിക്ക് അദ്ദേഹം പറഞ്ഞനുസരിച്ച് 15 ദിവസം മുമ്പേല് ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഏത് രാജ്യത്തേക്ക് എന്നെ വിടുന്നെന്ന് അവർ തന്നെ തീരുമാനിക്കും. പക്ഷേ വിസയ്ക്കും ടിക്കറ്റിനും ഒക്കെ കാശ് വേണോ ചാ? ഞാനൊരു ഐഡിയ നിന്നോട് പറയട്ടെ. അച്ഛൻ പറയേ. എനിക്കും ഈ നാട് മടുത്തു മോനെ. നമുക്ക് നമ്മുടെ വീട് വിൽക്കാം. എന്നിട്ട് എൻ്റെ രാധമ്മയുടെ നാടായ തുരുത്തിക്കാട് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാം. അച്ഛാ അത് വേണോ? ഞാൻ പറയുന്നത് കേൾക്ക്. വിറ്റിട്ട് കുറച്ച് കാശ് പ്രിയയ്ക്ക് കൊടുക്കാം. അവൾ വീട് പണി പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് മാറട്ടെ. നിനക്ക് പോകാനുള്ള കാശും മറ്റും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഫിക്സഡ് ഇടാം. പക്ഷേ അച്ഛാ ഒരു കിടപ്പാടം. എടാ, വലിയത് പലതും നേടാൻ ചെറിയത് പലതും ഉപേക്ഷിച്ചേ പറ്റൂ. അമ്മ എതിരെ പറയൂ അച്ഛാ. നിന്റെ അമ്മയല്ലേ, അവള് ഞാൻ പറയണത് കേൾക്കൂ. ചെല്ല്.
ഇതെന്തു പറ്റി? ദേ ചിന്താവിഷ്ടയായ അംബിക. കളിയാക്കാതടാ. അമ്മയ്ക്ക് വല്ലാത്ത മൂഡൌട്ട്, അതുകൊണ്ടായിരിക്കും ദീപു അങ്ങനെ ചോദിച്ചത്. അല്ല, എന്താ അമ്മ ടെൻഷൻ? തന്തയും മോളും കൂടി ജോയിന്റ് ആയിട്ടുള്ള ആ പോക്കേ അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ശരിയാ, വല്യമ്മാവനും അവളും കൂടി വലിയ സ്നേഹത്തിലാ കാറി കയറി പോയത്. ആ സ്നേഹം ആപത്താ. അതൊക്കെ സ്റ്റാർട്ടിങ്ങിലെ തകർത്ത് കളയണം. അവള് ജനിച്ചത് തന്നെ എന്റെ അന്തകയാകാനാണെന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ അതിപ്പോ സത്യായി. അവളെ എനിക്കിപ്പോ കൊല്ലാൻ പറ്റില്ല. കാരണം ഇവരുടെ സ്വത്തുക്കൾക്കുള്ള ഏക അവകാശി അവള് മാത്രമാണല്ലോ. അതാണ് ആ കാലം മുതൽക്കേ അവള് പ്രതാപന്റെ മകളല്ല, അവിഹിത സന്തതിയാണെന്ന് ഒരു കഥ ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ പ്രതാപിനെയും ഇവളെയും തമ്മില് ഞാനൊരു ഡിസ്റ്റൻസിൽ നിർത്തിയിരിക്കുമായിരുന്നു. ആ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് ഞാനിപ്പോ ഇവിടം വരെ കൊണ്ടുവന്നു. ഇനി അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോണം. പ്രതാപനൊരു കഥയില്ലാത്തവനാ. ഇവളിങ്ങനെ എപ്പോഴും എപ്പോഴും കൂടെ നടന്ന അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം കൂടും. ആ അടുപ്പം നമുക്കൊരു കുരുക്കാവും. പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവള് പ്രതാപനെ വിശ്വസിപ്പിച്ചാലോ? അവള് ചിലപ്പോ ജഗന്നാഥന്റെ അടുത്തുവരെ അവനെ കൊണ്ടുചെന്നാലോ? അതിനാ നാശം പിടിച്ചവൻ ഇതുവരെ ചത്തില്ലേ? ഇല്ല. എന്നാ നമുക്കവനെ തീർത്താലോ? തീർക്കാൻ അവൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? അയാൾ എവിടെ ഉണ്ടെന്നേ ഇപ്പൊ ആ രാജുവിന് ഹൃതിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ എന്താ അമ്മേ നമ്മൾ ചെയ്യാ? അച്ഛന്റെയും മകളുടെയും ഈ ലോഹ്യ അവസാനിപ്പിക്കണം. എങ്ങനെയും അവളെ കൊടുക്കണം. ഞാനൊരു ബുദ്ധി പറഞ്ഞു തരട്ടെ അമ്മേ? അതിന് നിനക്കെന്തറിയാം? ബുദ്ധി പറഞ്ഞുതരാൻ വരുന്ന ഒരാള് എന്റെ ഈ ചെറിയ തലയില് നിറയെ കളിവണ്ണായിരിക്കും, അത് ഞങ്ങൾക്കറിയാം. നീ ഒന്ന് നിർത്തടാ. ഇവളെ ആരുടെ മോളാന്ന് നിനക്കറിയൂ? പിള്ളച്ചനങ്ങളുടെ മോള്. ലോക അടിത്തോരപ്പനാ, സാക്ഷാൽ അനന്തംപിള്ള. അയാളുടെ വിത്ത് അത്ര മോശാവോ? ചില വിത്തുകളൊക്കെ പടുമുളകളായി മാറും അമ്മേ. പിന്നെ അങ്കിളിനാണെങ്കിൽ അടിമുടി പാരകളാ. ഇവൾക്ക് ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലേ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലോ?